بسم الله الرحمن الرحيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. ആദരണീയരായ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മളുടെ വളരെ ചെറുതും ദുർബലവുമായ ഈ ജീവിതം ക്രമപ്പെടുത്തണം, ചിട്ടപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊക്കെയും ഒരുപാട് ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളുമായി ജീവിക്കുമ്പോഴും പ്രതിസന്ധികൾ നമ്മെ പിടികൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സുഖമായ ഒരു യാത്രയല്ല ജീവിതം. ആ യാത്രക്കിടയിൽ കല്ലും മുള്ളും ചവിട്ടേണ്ടി വരുന്നുണ്ട്, പ്രയാസങ്ങളെമ്പാടും അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. മനുഷ്യജീവിതം ഈ ലോകത്ത് അങ്ങനെയാണ് അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത്. കയറ്റവും ഇറക്കവും, സന്തോഷവും സന്താപവും, നേട്ടങ്ങളും കോട്ടങ്ങളും, അതൊക്കെയുമാണ് ജീവിതം എന്ന ആ വൃത്തത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ മനസ്സമാധാനം എന്നുള്ളത് ഒന്നാമതായി നേടിയെടുക്കണമെന്ന് ഇസ്ലാം മുന്നോട്ട് വെച്ചു, നമ്മോട് കൽപ്പിച്ചു. കാരണം മനസ്സമാധാനമില്ലാത്ത, ഈമാനിന്റെ ഉറപ്പില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ജീവിതം അവനെ ആഹ്ലാദിപ്പിക്കുമെങ്കിലും പ്രയാസകരമായ ഒരു ജീവിതത്തിലേക്ക് അവൻ എടുത്തു ചാടുമ്പോൾ അല്ലെങ്കിൽ വന്നെത്തുമ്പോൾ അതവനെ തളർത്തിക്കളയും, അതവനെ നിരാശനാക്കും, അതവനെ ഹതാശനാക്കും. അതുകൊണ്ട് തന്നെ ഏതൊരു ഘട്ടത്തെയും അഭിമുഖീകരിക്കാനുള്ള ഈമാനിന്റെ കരുത്ത്, ഒരു ഉറച്ച ആർജവം, ആദർശ പ്രതിബദ്ധത, അള്ളാഹുവിലുള്ള കരുത്തുറ്റ വിശ്വാസം അതവനിൽ അങ്കുരിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം. ഇവിടെ സൂചിയിരിക്കുന്ന വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഫാലിലെ 2-ാമത്തെ ആയത്ത്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിക്ക് ഉള്ള സവിശേഷതയാണ് അള്ളാഹുവിനെ കുറിച്ച് ഓർത്താൽ, അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോ, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുമ്പോ കേൾക്കുമ്പോഴൊക്കെ തന്നെ അവന്റെ ഹൃദയം പിടക്കും, അവന്റെ ഹൃദയത്തിൽ ഒരു താളമുണ്ടാകും, അവന്റെ ഹൃദയം ഭയപ്പാടിനാൽ കീഴൊതുങ്ങും. കാരണം അള്ളാഹു എന്നുള്ളത് കേവലം മറ്റിതര വിശ്വാസങ്ങളെ പോലെ, നമ്മളൊക്കെ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കളെ പോലെയുള്ള ഒന്ന് മാത്രമല്ല. ഈ ലോകത്തെ ആകെ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ഇതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയും ഇതെപ്പോൾ വേണമെങ്കിലും നശിപ്പിക്കാൻ, തകർക്കാൻ, ഇല്ലാതാക്കാൻ കഴിവുള്ളവനുമായവനാണ് അള്ളാഹു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ അതെന്തായിരുന്നാലും മനസ്സാ സ്വീകരിക്കുക എന്നതിനപ്പുറം അതിനെ അതിജയിക്കാനുള്ള ഒരു കഴിവും മനുഷ്യൻ അള്ളാഹു നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ആ തീരുമാനത്തെക്കുറിച്ചുള്ള ആശങ്കയും ഭയപ്പാടും ഒരു വശത്ത് നമ്മെ സ്വാധീനിക്കുമ്പോൾ, ആ അള്ളാഹു കരുണാനിധിയാണ്, ആ അള്ളാഹു സ്നേഹത്തിന്റെ നിറകുടമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മെ അള്ളാഹു കൈവെടിയുകയില്ല എന്ന ശുഭാപ്തി വിശ്വാസവും മനുഷ്യ മനസ്സിൽ, വിശ്വാസികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. ഇന്നമൽ മുഅ്മിനൂന, വിശ്വാസികൾക്ക് മാത്രമുള്ള, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മാത്രമുള്ള സവിശേഷത, അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിച്ചാൽ, അള്ളാഹുവിനെ കുറിച്ച് തിരിച്ചറിവുണ്ടാകുമ്പോൾ അവന്റെ ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങും. വൈദാ തുലിയത്ത് അലൈഹിം ആയാതുഹു. അവന്റെ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹു ഈ പ്രകൃതിയിൽ ഒരുക്കിയ ദൃഷ്ടാന്തങ്ങൾ, നമ്മിൽ നിക്ഷേപിച്ച ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിനെ തിരിച്ചറിയാനുള്ള ഒരുപാട് പ്രകൃതിയിലെ സംഭവങ്ങൾ, സംഭാവനകൾ, അതേക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, അതേക്കുറിച്ചൊക്കെ നമ്മൾ അറിവ് നേടുമ്പോൾ
നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈമാൻ വർദ്ധിക്കും. നമ്മുടെ ഈ പള്ളിയിൽ ഇരിക്കുമ്പോഴുള്ള ഈമാനിന്റെ ആ മാധുര്യം, അല്ലെങ്കിൽ അതനുഭവിക്കുന്ന ആ സുഖം, അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണത പരിപൂർണമായും പുറത്തു പോകുമ്പോൾ നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മൾ അല്ലാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ, മതത്തെ കുറിച്ച് കേൾക്കുമ്പോൾ, മതത്തിന്റെ കൽപ്പനകളെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മിൽ ഈമാൻ വർദ്ധിക്കും, വിശ്വാസികളിൽ ഈമാൻ വർദ്ധിക്കും. മൂന്നാമതായി പറയുന്നു, വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്നവരും ആകുന്നു. അല്ലാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോ, ഓർക്കുമ്പോ, സ്മരിക്കുമ്പോ അവന്റെ ഹൃദയം, അവളുടെ ഹൃദയം, വിശ്വാസിയുടെ ഹൃദയത്തിൽ നടുക്കമുണ്ടാവുകയും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ വായിച്ച് കേൾപ്പിക്കുമ്പോ, അതറിയുമ്പോ, അത് പഠിക്കുമ്പോ അവന്റെ ഈമാൻ വർദ്ധിക്കുകയും എല്ലാ കാര്യത്തിനും അവർ അള്ളാഹുവിൽ തവക്കൽ ചെയ്യുകയും ചെയ്യും, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഫാലിലെ 2-ാമത്തെ ആയത്തിലൂടെ വിശ്വാസികളുടെ സവിശേഷതയായി നമ്മെ പഠിപ്പിക്കുകയാണ്. ഇസ്ലാമിക വിശ്വാസത്തിന്റെ അഥവാ ഈമാനിന്റെ കാതലായ ഭാഗമാണ് തവക്കുൽ. തൗഹീദ് എന്ന ഏകദൈവ വിശ്വാസം, അത് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാതെ അവന്റെ വിശ്വാസം പൂർണ്ണമാവുകയില്ല. തന്നിൽ ഉള്ള വിശ്വാസങ്ങളടക്കം, തന്റെ ഇളക്കങ്ങളടക്കം, തന്റെ വാക്കുകളടക്കം, തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ നേർത്ത നിമിഷങ്ങളും സമയങ്ങളും അടക്കം ഒക്കെയും പടച്ചവൻ കനിഞ്ഞു നൽകിയ അനുഗ്രഹത്തിന്റെ ഭാഗമാണ് എന്നും പടച്ചവന്റെ ഔദാര്യമാണ് എന്നുമുള്ള തിരിച്ചറിവിലൂടെയായിരിക്കും അവൻ ജീവിക്കുക. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, ഒരു നീക്കം, ഒരു നടത്തം, ഒരു യാത്ര ഒരിക്കലും വിശ്വാസിക്ക് ഉണ്ടാകുന്നതല്ല. എല്ലാ ഘട്ടത്തിലും അവൻ അള്ളാഹുവിൽ തവക്കൽ ചെയ്യും. അതില്ലാതെ അവന്റെ ഈമാൻ പൂർണ്ണമാവുകയില്ല. സൂറത്തുൽ മാഇദയിൽ പറയുന്നു 23-ാമത്തെ ആയത്തിൽ വഅലല്ലാഹി ഫതവക്കലൂ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹുവിൽ നിങ്ങൾ തവക്കുൽ ചെയ്യണം, അള്ളാഹുവിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കണം, നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. ഈമാനിന്റെ തെളിവായിട്ടാണ് ഇതിനെ ഖുർആൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് ഓരോ വിശ്വാസിയുടെയും ആത്യന്തിക ലക്ഷ്യം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുക. അള്ളാഹുവിന്റെ അപാരമായ സ്നേഹത്തിന്റെ ഭാഗമാണ് അള്ളാഹു ഒരുക്കി വെച്ച മഹാ അനുഗ്രഹമായ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭിക്കണം, അത് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൂടാ. വിശുദ്ധ ഖുർആൻ ആലി ഇംറാനിന്റെ 159-ാമത്തെ ആയത്തിൽ പറയുന്നു, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, തന്നിൽ ഭരമേൽപ്പിക്കുന്നവരെ, തന്നിൽ തവക്കൽ ചെയ്യുന്നവരെ തീർച്ചയായും അള്ളാഹു സ്നേഹിക്കുന്നു, അള്ളാഹു ഇഷ്ടപ്പെടുന്നു. നമ്മൾ നമ്മുടെ ഓരോ കാര്യത്തിനും, നമുക്ക് ഗുണകരമാകുന്ന, നമുക്ക് സ്വാധീനമുള്ള, നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിനും, നമ്മുടെ നിയന്ത്രണത്തിനപ്പുറമുള്ള, നമ്മുടെ തീരുമാനത്തിനും ആഗ്രഹത്തിനും അപ്പുറമുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയാലുമൊക്കെ അല്ലാഹ് തവക്കൽതു അലല്ലാഹ് ഹസ്ബി അല്ലാഹ് എന്ന ഒരു ഉറച്ച വിശ്വാസത്തിലേക്ക് അവൻ തിരിച്ചു വരും. ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടം, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, അതിൽ തളർന്നു പോവാതിരിക്കാൻ ഈ തവക്കൽ അവനെ സഹായിക്കുന്നു, ഈ തവക്കൽ വിശ്വാസിയെ സഹായിക്കുന്നു. തവക്കലില്ലാത്ത ഒരു മനുഷ്യൻ, അള്ളാഹുവിൽ സർവവും സമർപ്പിക്കാത്ത ഒരു മനുഷ്യൻ ജീവിതത്തിന്റെ ഒരു യാത്രയിൽ അവന് പഠിക്കണം, പഠിച്ചു നന്നാവണം, വലിയവനാവണം. ഒരുപാട് മോഹങ്ങൾ അവനുണ്ട്. ആ യാത്രക്കിടയിൽ പഠനത്തിൽ നല്ല നിലവാരം പുലർത്തുന്ന അത്തരം ആളുകൾ, വിദ്യാർത്ഥികൾ ചില ഘട്ടങ്ങളിൽ തളർന്നു പോകുന്നുണ്ട്, ചില ഘട്ടങ്ങളിൽ തുടർന്ന് പഠിക്കാൻ കഴിയാതെ നിസ്സഹായരായി പോകുന്നുണ്ട്, ചില ഘട്ടങ്ങളിൽ മഹാരോഗങ്ങൾ പിടിപെട്ട് തളർന്നു പോകുന്നുണ്ട്. ഇത്തരം ഘട്ടങ്ങളിലൊക്കെ തളർന്നു പോവാതിരിക്കാൻ, അവൻ നിസ്സഹായനായി പോവാതിരിക്കാൻ, അവൻ ഒന്നുമല്ല ഞാൻ എന്ന ചിന്തയിലേക്ക്, എന്റെതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ധാരണയിലേക്ക് പോവാതിരിക്കാൻ ഈ തവക്കുൽ അവനെ പ്രേരിപ്പിക്കുന്നു. ഞാൻ എന്റെ പരിശ്രമം നടത്തി, ഞാൻ പഠിച്ചു, ആകാവുന്ന രീതിയിൽ പഠനം തുടരുന്നു, പക്ഷേ പടച്ചവന്റെ അലങ്കരീയമായ വിധിയാണ് ഈ ഒരു ഘട്ടത്തിൽ എന്നെ ഇவ்விധത്തിൽ ആക്കി തീർത്തത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ പടച്ചവനുള്ള വിശ്വാസം അതെനിക്ക് കൈകടത്താൻ കഴിയുന്ന ഒന്നേ അല്ല, അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ആ തീരുമാനത്തെ അതിജയിക്കാൻ
എനിക്ക് അള്ളാഹുവിൽ സർവവും സമർപ്പിച്ചേ കഴിയൂ എന്നുള്ള ഉറച്ച വിശ്വാസം, അതാണ് തവക്കുൽ. വിശുദ്ധ ഖുർആൻ സൂറത്ത് തലാഖിൽ പറയുന്നു, 3-ാമത്തെ ആയത്തിൽ, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, വല്ലവനും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന പക്ഷം, വല്ലവനും അള്ളാഹുവിൽ തവക്കൽ ചെയ്യുന്ന പക്ഷം അവന് അള്ളാഹു തന്നെ മതി. അവനെ ഏത് പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ പടച്ചവൻ തന്നെ മതി. മറ്റൊരു ശക്തിക്കും മറ്റൊരു വ്യക്തിക്കും അതിന് കഴിയുകയില്ല തന്നെ, പടച്ചവൻ അതിന് കഴിയും. ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് നിരത്താനുണ്ട്, പറയാൻ പിറകെ. അള്ളാഹുവിൽ പൂർണ്ണമായി സമർപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതം. പൂർണ്ണമായി നമ്മുടെ ചിന്തയും നമ്മുടെ ആലോചനയും നമ്മുടെ മനസ്സിൽ നമ്മൾ ഒളിപ്പിച്ചു വെച്ചതുമൊക്കെ തന്നെ അള്ളാഹുവിൽ സമർപ്പിക്കുക. പടച്ചവൻ ഇത് കാണുന്നുണ്ട്, എന്റെ ചിന്ത മോശമാണ്, ഞാൻ ആലോചിക്കുന്നത് തെറ്റാണ്, എന്റെ ജീവിത രീതി അബദ്ധത്തിലേക്ക് പോവുകയാണ് എന്ന ധാരണയിൽ അതിൽ നിന്ന് തിരിച്ചു വരാനുള്ള, നന്മയിലേക്ക് അവൻ തിരിഞ്ഞു നടക്കാനുള്ള ആ പ്രാപ്തി, ആ കഴിവ് അവന് നൽകുന്നത് ഈ തവക്കുലാണ്. ഒന്ന് നാം മനസ്സിലാക്കുക, 3 കാര്യങ്ങൾ. ഒന്ന്, ലക്ഷ്യം നേടാൻ ആവശ്യമായ മുൻകരുതലുകൾ നമ്മൾ നടത്തണം. നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ വിജയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പഠനം, നമ്മുടെ എന്താ പറയുക ഡിഗ്രി, അതിൽ നേട്ടമുണ്ടാകണമെങ്കിൽ നമ്മൾ പഠിക്കണം. കഠിനാധ്വാനം ചെയ്ത് തന്നെ പഠിക്കണം. രാവും പകലും ഒക്കെ പഠിക്കേണ്ടി വരും, ട്യൂഷന് പോകേണ്ടി വരും, പഠനത്തിനായി കാശ് ചെലവഴിക്കേണ്ടി വരും, കുറേ യാത്ര ചെയ്യേണ്ടി വരും, ഒക്കെയും വേണം. പഠനം എന്നുള്ളത് നമ്മൾ നിർവഹിക്കുക, ഒപ്പം അല്ലാഹുവിൽ തവക്കൽ ചെയ്യുകയും ചെയ്യുക. ഇതാണ് വിശ്വാസിയുടെ സവിശേഷത. അങ്ങനെയാകുമ്പോൾ ഈ പഠനത്തിന്റെ ഘട്ടങ്ങൾ നമ്മൾക്ക് വിപരീതമായിരുന്നാൽ പോലും നമുക്ക് തളർച്ച ഉണ്ടാവുകയില്ല. പടച്ചവന്റെ തീരുമാനമാണിത് എന്ന ബോധ്യം നമ്മെ സ്വാധീനിക്കും. എന്റെ പരിശ്രമത്താലല്ല, മറിച്ച് അള്ളാഹുവിന്റെ സഹായത്താലാണ് എന്റെ വിജയമെന്ന തിരിച്ചറിവ് അവനിലുണ്ടാകും. അതുപോലെ ലഭിക്കുന്ന ഫലം നമ്മൾ എന്തുദ്ദേശിച്ചിട്ട് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചോ, അള്ളാഹുവിൽ തവക്കൽ ചെയ്ത് പരിശ്രമിച്ചോ, അതിന്റെ ഫലം അനുകൂലമായിരുന്നാലും വിപരീതമായിരുന്നാലും നമുക്ക് മനസ്സമാധാനം ലഭിക്കും. അത് വിശ്വാസികളുടെ മാത്രം സവിശേഷതയാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രസിദ്ധമായ ഒരു ഹദീസുണ്ട്. ഈ മിമ്പറിൽ നിന്ന് പലവരും അത് സൂചിപ്പിച്ചതാണ്. ഒരാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ഒട്ടകത്തെ കൊണ്ടുവന്നിരിക്കുകയാണ്, ഒട്ടകത്തെ അവിടെ നിർത്തിയിട്ട് പള്ളിയിൽ കയറി നമസ്കരിക്കണം, അല്ലെങ്കിൽ മറ്റെന്തോ ഒരു കാര്യം അദ്ദേഹത്തിന് ചെയ്യാനുണ്ട്. പ്രവാചകനോട് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ എൻ്റെ ഒട്ടകത്തെ കെട്ടിയിട്ട ശേഷം അള്ളാഹുവിൽ വരമേൽപ്പിക്കുകയാണോ വേണ്ടത്, അതല്ല അതിനെ കെട്ടാതെ തന്നെ അള്ളാഹുവിൽ വരമേൽപ്പിക്കുകയാണോ വേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അതിനെ കെട്ടിയിടുക, എന്നിട്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. നീ അതിനെ കെട്ടിയിടുക, എന്നിട്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. അപ്പൊ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെയും കൃത്യതയോടെ നിർവഹിക്കണം, അതൊക്കെയും കൃത്യതയോടെ നാം ഉപയോഗപ്പെടുത്തണം. എന്നിട്ട് അള്ളാഹുവിൽ തവക്കൽ ചെയ്യുകയാണ് വേണ്ടത്. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് അള്ളാഹുവിൽ ഞാനിതാ തവക്കൽ ചെയ്തിരിക്കുന്നു, പടച്ചവനെ എൻ്റെ അസുഖം മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ അസുഖം മാറില്ല. അതിനുള്ള ചികിത്സ നമ്മൾ തേടണം. ചികിത്സക്ക് ആവശ്യമായ രീതിയിൽ ഡോക്ടർ പറയുന്ന അനുസരിച്ച് മരുന്ന് നമ്മൾ കൃത്യതയോടെ ഉപയോഗിക്കണം. എന്നിട്ട് തവക്കൽ ചെയ്യണം, അല്ലാഹുവേ എൻ്റെ അസുഖം നീ മാറ്റിത്തരണമേ. അതാണ് വിശ്വാസിയുടെ സവിശേഷത. ഒരാൾ പരീക്ഷയ്ക്ക് ജയിക്കണമെങ്കിൽ അയാൾ പഠിച്ചിരിക്കണം. ഒരാൾക്ക് ജീവിതമാർഗം ലഭിക്കണമെങ്കിൽ അയാൾ അധ്വാനിക്കണം, ജോലിക്കായി പരിശ്രമിക്കണം. ഇതൊക്കെയും ഓരോരുത്തർ ചെയ്യേണ്ടതാണ്. ഒപ്പം തവക്കൽ ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതവന്റെ മനസ്സമാധാനമാണ്. അവനെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് അവസാനം അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമായ സ്വർഗത്തിലേക്ക് അവനെ എത്തിക്കുന്നതിനിടയിൽ അവൻ നിർവഹിക്കേണ്ടുന്ന അള്ളാഹുവിനോടുള്ള നന്ദി കൂടിയാണ് അത് എന്നും കൂടി നാം മനസ്സിലാക്കുക. നമ്മുടെ കഴിവോ പ്രയത്നമോ അല്ല, അതിലൊന്നുമല്ല നമ്മുടെ വിജയം കുടികൊള്ളുന്നത് എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ കഴിവ് കൊണ്ട് മാത്രം വിജയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, നമ്മളുടെ കരുത്ത് കൊണ്ട് മാത്രം നമുക്ക് നേട്ടങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് അള്ളാഹു കനിഞ്ഞു നൽകുന്ന അനുഗ്രഹമാണ് എന്ന തിരിച്ചറിവ് ഓരോ സന്ദർഭത്തിലും വിശ്വാസിക്കുണ്ടാകണം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഫലം ലഭിച്ചില്ലെങ്കിൽ പോലും നമ്മൾ അധ്വാനം ചെയ്തിട്ട് അതിന്റെ ഫലം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ലഭിച്ചില്ല എങ്കിൽ പോലും നമ്മൾ തളരില്ല.
തളരരുത് എന്നാണ് മതം മുന്നോട്ട് വച്ചിരിക്കുന്ന പഠിപ്പിച്ചിരിക്കുന്ന കാര്യം. ബിലാൽ റളിയല്ലാഹു അൻഹു നമുക്കറിയാമല്ലോ, യജമാനനാൽ ഒരുപാട് പീഡനങ്ങളേറ്റ് അസഹനീയമായ ജീവിതം നയിക്കേണ്ടി വന്ന, ഒരുപാട് വേദനകൾ തിന്നേണ്ടി വന്ന അടിമ. ഇസ്ലാമിന്റെ സന്ദേശം ആ അടിമയിൽ എത്തിപ്പെട്ടപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചു, അഹദ്, അള്ളാഹു ഒരുവനാണ്. മുഹമ്മദ് കൊണ്ടുവന്ന മതത്തിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഈ മതത്തിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. അതോടെ എന്തായി? യജമാനന്റെ പീഡനം അതിക്രൂരമായി, വളരെ പ്രയാസകരമായ രീതിയിലാണ് ബിലാൽ റളിയല്ലാഹു അൻഹു അബ്ദുൽ ജീവിച്ചു പോയത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാലിനെ യജമാനന്റെ കാശ് കൊടുത്തുകൊണ്ട് മോചിപ്പിച്ചു, സ്വതന്ത്രനാക്കി. പിന്നീട് ബിലാലിന്റെ ചരിത്രം മറ്റൊരു രീതിയിലേക്കാണ് പോകുന്നത്. ആദ്യമായി കഅബാലയത്തിൽ വെച്ച് ബാങ്ക് വിളിക്കാനുള്ള അവസരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത് നീഗ്രോ ആയ ആഫ്രിക്കൻ വംശജനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനായിരുന്നു. ഇരിക്കട്ടെ, അതൊക്കെ കഴിഞ്ഞു. പ്രവാചകൻ വഫാത്തായപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് പിന്നെ മക്കയിൽ നിൽക്കാൻ കഴിയുന്നില്ല. പ്രവാചകനോടൊപ്പം ജീവിച്ച നാളുകൾ ആ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു സിറിയയിലേക്ക് യാത്രയായി. സിറിയയിലായിരുന്നു ശിഷ്ടകാലം ജീവിച്ചത്. അതിനിടയിൽ പ്രവാചകൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് മാരകമായൊരു രോഗം പിടിപെടുകയാണ്. വസൂരി എന്തൊക്കെ ചികിത്സ ഉണ്ടെങ്കിലും അന്ന് ചികിത്സയില്ലാത്ത മഹാരോഗമായിരുന്നു വസൂരി, പ്ലേഗ് എന്ന് പറയുന്നത്. ആ അസുഖം പിടിപെട്ടുകൊണ്ടാണ് ബിലാൽ റളിയല്ലാഹു അൻഹു മരണം പുലുകിയത്. പ്രിയപ്പെട്ടവര്, ഈ ദീനിന് വേണ്ടി വന്ന് ഒരുപാട് തന്റെ യുവത്വം വരെ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ച ബിലാൽ റളിയല്ലാഹു അൻഹു, ആ റളിയല്ലാഹു അൻഹുവിന്റെ തുടർന്നുള്ള ജീവിതവും വളരെ പ്രയാസകരവും വേദനാനിർഭരവുമായിരുന്നു. പക്ഷേ ബിലാൽ റളിയല്ലാഹു അൻഹു തളർന്നില്ല. ആ ബിലാൽ റളിയല്ലാഹു അൻഹു മനസ്സമാധാനത്തോടെയാണ് മരണം പുലുകിയത് എന്ന് ചരിത്രം പറയുന്നു. ഈ രോഗം എനിക്ക് തന്നിരിക്കുന്നത് പടച്ചവനാണ്. പടച്ചവൻ ഈ രോഗം തരുമ്പോ പടച്ചവന്റെ ഒരു പ്രഖ്യാപനമുണ്ട്. ഒരു രോഗം ഒരാളിൽ വന്നാൽ അത് ക്ഷമയോടെ സ്വീകരിക്കാൻ തയ്യാറായാൽ അയാളിലെ പാപങ്ങളൊക്കെ കൊഴിഞ്ഞു പോകും. അപ്പോ ഒരു അസുഖം വന്നിട്ട് പോലും ബിലാൽ റളിയല്ലാഹു അൻഹു തളരാതിരുന്നത് ഈ ഒരു അനുഗ്രഹമായിട്ടാണല്ലോ എനിക്ക് രോഗം വന്നത് എന്ന തിരിച്ചറിവിലൂടെയായിരുന്നു. പറഞ്ഞു വന്നത്, അപ്പോൾ പോലും ഇങ്ങനെയൊക്കെ ആയിട്ടും ഞാൻ അല്ലാഹുവേ നിന്നിലേക്ക് വന്നില്ലേ, എന്താണ് ഈ കടുത്ത പരീക്ഷണം പിന്നെയും എനിക്ക് നൽകുന്നത് എന്ന് പറഞ്ഞ് ബിലാൽ റളിയല്ലാഹു അൻഹു പതറിയില്ല, ആക്രോശിച്ചില്ല, ആദർശം വലിച്ചെറിഞ്ഞില്ല. അവിടെയും ഇസ്ലാമിനെ പരിപൂർണമായും ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു ജീവിച്ചതും വഫാത്തായതും. അതുകൊണ്ട് തന്നെ നാം അറിയണം, എല്ലാം അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം വിശ്വാസിക്കേണ്ടത്. അങ്ങനെ എല്ലാം അള്ളാഹു നോക്കുമെന്ന് പറഞ്ഞ് അലസരായിരിക്കാനും മതം അനുവദിക്കുന്നില്ല. അങ്ങനെ അലസരായിരിക്കുന്നതിന് തവക്കുൽ എന്നല്ല പറയാ, തആക്കുൽ എന്നാണ്. അലസത, മടി. അങ്ങനെ മടിയനായിരിക്കാനും എല്ലാം അള്ളാഹു നോക്കിക്കൊള്ളും എന്ന് കരുതി മടിയനായിരിക്കാനും മതം അനുവദിക്കുന്നില്ല. ഒരു വിത്ത് പാകിയതിന് ശേഷം മാത്രമേ അത് മുളപ്പിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമുള്ളൂ. വിത്ത് പാകാതെ മുളപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം കടയടച്ച് വരുമ്പോ ഭദ്രമായി അത് ലോക്ക് ചെയ്ത് വന്ന ശേഷം തവക്കൽതു അലല്ലാഹ്, ആ പ്രാർത്ഥനയോടെ വരാൻ. അവിടെയേ അതിന് പ്രസക്തിയുള്ളൂ. അല്ലാതെ തുറന്നിട്ട് വന്നിട്ട് അള്ളാഹു നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തിരിക്കണം, എന്നിട്ട് അള്ളാഹുവിൽ തവക്കൽ ചെയ്യണം. ഒരു കാര്യത്തിനായി നാം ചെയ്യേണ്ടത് പരിപൂർണമായും മര്യാദയോടെയുമായിരിക്കണം നാം നിർവഹിക്കേണ്ടത്. ഫലം അത് തരുന്നത് അള്ളാഹുവാണ്. ഗുണമായിരിക്കാം, ദോഷമായിരിക്കാം. തവക്കൽ ചെയ്യുന്ന ആളുകളുടെ എല്ലാ ദൗത്യങ്ങളും വിജയിച്ചു കൊള്ളണമെന്നില്ല. അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് പഠിച്ചവരാ എല്ലാവരും ജയിച്ചു കൊള്ളണമെന്നില്ല. അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് ഉദ്ദേശങ്ങളൊക്കെ നേടാൻ വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരുടെ ഉദ്ദേശങ്ങളും സഫലമായി കൊള്ളണമെന്നില്ല. എന്നാൽ പോലും അവിടെ അവന്റെ മനസ്സിനൊരു സമാധാനം കൈവരിക്കാൻ കഴിയും. അതാണ് ഈമാൻ, അതാണ് ഈമാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്,
കെട്ടുക ഒട്ടകത്തെ, അതിനുശേഷം നിങ്ങൾ തവക്കൽ ചെയ്യുക എന്നുള്ളതാണ്. ആ കെട്ടുക എന്നുള്ളത് അതാണ് നമ്മൾ നിർവഹിക്കേണ്ടുന്ന ദൗത്യം. ബാക്കി പടച്ചവൻ നിർവഹിച്ചരും അതാണ് തവക്കലും എന്ന് നാം തിരിച്ചറിയുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം ഓർക്കുന്ന സന്ദർഭത്തിലാണിത്. ഹജ്ജിന്റെ നാടുകളാണ് വരാൻ പോകുന്നത്. നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ത്യാഗോജ്ജലമായ ജീവിതം. അദ്ദേഹം ഈ തൗഹീദി ആദർശം അല്ലാഹുവിന്റെ കലാം ജനങ്ങളിലേക്ക് എത്തിച്ചപ്പോ ഭരണാധികാരികൾ വിറച്ചു. ഭരണാധികാരികൾ പക കൊണ്ട് ഇബ്രാഹിമിന്റെ നേരെ പാഞ്ഞെടുത്തു. അദ്ദേഹത്തെ തീയിലിട്ട് കൊല്ലാൻ നോക്കിയ സംഭവം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ തീയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെച്ച് പോലും പറഞ്ഞ ഒരു പതർച്ചയുമില്ല. എനിക്ക് അല്ലാഹു മതി, എന്റെ കാര്യം കൈകാര്യം ചെയ്യാൻ അല്ലാഹു തന്നെയാണ് ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ, എനിക്ക് അല്ലാഹു മതി എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് തീയിലേക്ക്, തീകുണ്ടാരത്തിലേക്ക് അദ്ദേഹത്തെ വലിച്ചെറിയുമ്പോഴാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, തീയേ നീ ഇബ്രാഹിമിന് തണുപ്പും രക്ഷയുമായി മാറൂ, തണുപ്പാവൂ, സമാധാനമാവൂ. തീയിന്റെ ആ പ്രകൃതിയെ മാറ്റിമറിക്കാൻ അള്ളാഹുവിന് കഴിഞ്ഞു. ഒരു തവക്കൽ കൊണ്ട് അള്ളാഹുവിൽ സർവവും സമർപ്പിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള അനവധി മനോഹരമായ നിമിഷങ്ങളിൽ ഒന്നാണിത്. അള്ളാഹു അവിടെ വെച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ രക്ഷപ്പെടുത്തി. നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തനിക്ക് ഒരുപാട് കാലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഉണ്ടായ കുഞ്ഞിനെയും ഭാര്യയെയും ആളുകളാരുമില്ലാത്ത വിജനമായ മരുഭൂമിയിൽ കൊണ്ടാക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന വന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറയെയും ഇസ്മായിലിനെയും മക്ക മണലാരണ്യത്തിൽ, അവിടെ ആരുമില്ല, വിജനമാണ്, അവിടെ കൊണ്ടാക്കി തിരിച്ചു നടക്കുകയാണ്. അപ്പോ ഹാജർ ചോദിക്കുകയാണ് ഇബ്രാഹിമേ, ഒരു മനുഷ്യനും فقالت له هاجر يا إبراهيم أين تذهب وتتركنا بهذا الوادي الذي ليس فيه إنس ولا شيء. ഒരു സൗകര്യവുമില്ലാത്ത, ഒരു മനുഷ്യൻ പോലുമില്ലാത്ത, കുടിക്കാൻ ദാഹജലം പോലുമില്ലാത്ത ഈ മരുഭൂമിൽ ഞങ്ങളെ വെച്ചിട്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഹാജറ ഭാര്യ ചോദിച്ചു. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നും മറുപടി പറഞ്ഞില്ല. ഹാജറ ഇതേ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരുന്നു. ഇബ്രാഹിമിന് മറുപടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും ഹാജറ ചോദിക്കുകയാണ്, അല്ലാഹുല്ലദീ അമറക ബിഹാദാ, ഇബ്രാഹിമേ, അല്ലാഹുവാണോ താങ്കളോട് ഇത് കൽപ്പിച്ചത്? ഞങ്ങളെ ഇവിടെ വെച്ചു പോകാൻ വേണ്ടി, ഇവിടെ ഞങ്ങളെ എത്തിക്കാൻ വേണ്ടി അല്ലാഹുവാണോ കൽപ്പിച്ചത്? അതെ, നാം എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അപ്പോൾ ഹാജറ പറയുന്നൊരു മറുപടിയുണ്ട്. വിജനമാണ്, അവിടെ ആരുമില്ല, രാത്രിയായാൽ എന്താകുമെന്നറിയില്ല, ദാഹിച്ചാൽ കുടിക്കാൻ വെള്ളം പോലുമില്ല, ഭക്ഷണം പോലുമില്ല. അത്തരമൊരവസ്ഥയിൽ എല്ലാവരും പതറിപ്പോകുന്ന ആ ഘട്ടത്തിൽ ഇബ്രാഹിം നബിയോട് ഹാജറ ചോദിക്കുകയാണ്, അല്ലാഹുവാണോ ഞങ്ങളിവിടെ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വെച്ച് പോവാൻ വേണ്ടി താങ്കളോട് കൽപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നാം അതെ എന്ന് മറുപടി പറഞ്ഞപ്പോ ഹാജറ പറയാണ്, ഇതല്ല യുദയ്യുനാ, എങ്കിൽ അവൻ ഞങ്ങളെ കൈവിടില്ല. വിശ്വാസത്തിൽ നിന്നും പുറത്തു വന്ന വാക്കാണിത്. തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിൽ സമർപ്പിക്കുകയാണ്, എന്നാൽ പടച്ചവങ്ങളെ കൈവിടിയില്ല. ഒരു പതർച്ചയുമില്ലാതെ അവർ മറുപടി പറഞ്ഞു. പിന്നീടുള്ള ചരിത്രം വേറെയാണ്, നമുക്കതറിയാവുന്നതാണ്. അങ്ങനെ ഒരുപാട് ത്യാഗോച്ചരമായ ജീവിതം നയിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം മുഴുക്കെ എന്തായിരുന്നു? തവക്കുലായിരുന്നു എന്ന് നാം മനസ്സിലാക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ്, നിങ്ങൾ അള്ളാഹുവിൽ ബരമേൽപ്പിക്കേണ്ടുന്ന മുറപ്രകാരം ബരമേൽപ്പിക്കുകയാണെങ്കിൽ പക്ഷികൾക്ക് ഉപജീവനം നൽകുന്നത് പോലെ അവൻ നിങ്ങൾക്കും ഉപജീവനം നൽകുന്നതാണ്.
ഭരമേൽപ്പിക്കേണ്ടുന്ന മുറപ്രകാരം ഭരമേൽപ്പിക്കണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിലെല്ലാം സമർപ്പിച്ച് അടങ്ങിയിരിക്കുകയല്ല, അലസനായിരിക്കുകയല്ല, മടി പിടിച്ചിരിക്കുകയല്ല. തൻ്റെ ഭാഗം, തൻ്റെ ദൗത്യം, തൻ്റെ ചുമതല ഒക്കെയും ഭംഗിയായി നിർവഹിക്കുകയും തുടർന്ന് അള്ളാഹുവിൽ തവക്കൽ ചെയ്യുകയും ചെയ്താൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, പക്ഷികൾക്ക് ഉപജീവനം നൽകുന്നത് പോലെ അവൻ നിങ്ങൾക്കും ഉപജീവനം നൽകുന്നതാണ്. എന്താ പക്ഷികളുടെ ഉപജീവന മാർഗം? രാവിലെ അത് പറന്നു പോകുന്നു, ഭക്ഷണം തേടിപ്പോകുന്നു, അതിന് ഭക്ഷണം ലഭിക്കുന്നു, തിരിച്ച് രാത്രി അത് വരുന്നു. നാളേക്കുള്ള ഭക്ഷണം ഒരുക്കിക്കൊണ്ടല്ല അത് വരുന്നത്, നാളെ പിന്നെയും അത് പോവുകയാണ് ഭക്ഷണത്തിനായി. ഒരാശങ്കയുമില്ല, നാളെ ഞാൻ എന്താകുമെന്നതിനെ കുറിച്ച് ഒരു വേവലാതിയുമില്ല പക്ഷികൾക്ക്. അതേപോലെ മനസമാധാനത്തോടെ അന്നന്ന് കഴിയാനുള്ള, അല്ലെങ്കിൽ ഓരോ ദിവസത്തിലും നമുക്ക് നേടിയെടുക്കാനുള്ള സമാധാനം അവൻ നമുക്ക് നൽകും. അതുകൊണ്ട് പക്ഷികൾ പുറപ്പെടുന്നത് പോലെ പുറപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൗത്യം നമ്മൾ മനോഹരമായി നിർവഹിക്കുക എന്നുള്ളതാണ് അതിനർത്ഥം. അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസമാണ് എല്ലാ ഭൗതിക ബുദ്ധിമുട്ടുകളെയും അതിജയിക്കാനുള്ള ഏറ്റവും വലിയ കരുത്ത് എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി പറഞ്ഞത്, അത്തവക്കലു അമലുൽ ഖൽബി വലൈസ ബിതറക്കിൽ അമല്. തവക്കുൽ എന്നത് ഹൃദയത്തിന്റെ പ്രവർത്തനമാണ്. തവക്കുൽ എന്നത് ഹൃദയത്തിന്റെ പ്രവർത്തനമാണ്, ഒരു പ്രവർത്തനവും ചെയ്യാതിരിക്കലല്ല കേട്ടോ. അതുകൊണ്ട് അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ടായിരിക്കണം, അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ ഓരോ ജീവിതത്തിന്റെ ഘട്ടവും നമ്മൾ കൈയാളേണ്ടത്. അത്തരത്തിൽ ഒരു പ്രദർശനമില്ലാതെ ജീവിതം മനോഹരമാക്കാനുള്ള ശ്രമം നമുക്കുണ്ടാവാൻ വേണ്ടി പടച്ചവനിൽ പരിപൂർണമായും വിശ്വസിക്കുക, വിശ്വാസമർപ്പിക്കുക, എന്നിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.